നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തറാവീഹ് നിസ്കാരം അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട് 3 രാത്രികളിൽ എന്ന് നാം പറയുകയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ എത്രയാകുന്നു? ഇത് ചിന്തിക്കേണ്ടതാണ്, ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യവുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നിസ്കരിച്ചത് എത്ര റക്അത്തായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുസല്ലി ഫീ റമളാന 20 റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ മാസത്തിൽ 20 റക്അത്താണ് നിസ്കരിക്കാറുള്ളത്. പുറമെ വൽ വിത്റും നിർവഹിക്കാറുണ്ട്. അപ്പോൾ 20 റക്അത്ത് തറാവീഹും അതിന് പുറമെ വിത്റും നിർവഹിക്കാറുണ്ടായിരുന്നു. അഖ്റജഹു ഇബ്നു അബി ഷൈബ ഫി മുസന്നഫിഹി, തന്റെ കിതാബുൽ മുസന്നഫ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു അബി ഷൈബ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട്, ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിലുണ്ട്, ഖതീബുൽ ബഗ്ദാദിയുടെ മുവദ്ദിഹുൽ ഔഹാമിൽ ജംഇ വത്തഫ്രീഖിലുണ്ട്, ഇബ്നു അദിയിന്റെ അൽ കാമിൽ എന്ന ഗ്രന്ഥത്തിലുണ്ട്, അതുപോലെ അബ്ദ് ബിൻ ഹുമൈദിന്റെ മുസ്നദിലുണ്ട്, ഇമാം ബഗവിയുടെ മുഅ്ജമിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത് എത്രയാണ്? അത് 20 റക്അത്തായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ പറയുന്നത്. പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവികളിൽപ്പെട്ട അബൂ ഷൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന ഒരു റാവി ഇതിലുണ്ട്. വഹുവ ദഈഫുൻ. അദ്ദേഹം പ്രമാണയോഗ്യമായി നിലനിൽക്കാൻ പറ്റുന്ന വ്യക്തിയല്ല, അദ്ദേഹം ദുർബലനാണ്, അദ്ദേഹം പ്രബലനല്ല എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റക്അത്തുകളുടെ എണ്ണം കൃത്യമായി ഇത്രയാകുന്നു എന്ന് പറയാൻ ഈ ഹദീസ് പണ്ഡിതന്മാർ പലരും രേഖയാക്കുന്നില്ല. അതിന് കാരണം ഈ ഹദീസിനുള്ള ദൗർബല്യമാണ്, ഈ ഹദീസിന്റെ ളുഅഫാണ്. ഈ ഹദീസ് ളഈഫാകുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 8 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കലുണ്ട്. ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം വഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ. ഈ റിപ്പോർട്ടാണ് പ്രബലം, ഈ റിപ്പോർട്ടാണ് പ്രബലം, അതുകൊണ്ട് ഒറ്റേ ഉള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മദ്ഹബിന്റെ നില? ഇത് വഹാബികൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ? നമ്മളെ ഇമാമിങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ? അവരെ ആരെയും നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ലഭിക്കാതെ പോയതല്ല, ഇത് കാണാതെ പോയതുമല്ല. മഹല്ലി ഓതുമ്പോൾ തന്നെ ഇത് വിശദീകരിക്കും. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു തങ്ങൾ റഹ്മഹുല്ലാഹ് പറയുന്നത് വറബബ്നാ ഖുസൈമത വഹിബ്ബാന അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന 8 റക്അത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത് റമളാനിൽ 8 റക്അത്താണ്. ഈ 8 റക്അത്ത് കഴിഞ്ഞിട്ട് നബി വിത്റും നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു ഇജ്തമഅനാ ഫിൽ മസ്ജിദി വറജൗനാ അൻ യഖ്റുജ ഇലൈനാ ഹത്താ അസ്ബഹനാ എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇബ്നു ഹുസൈമയും ഇബ്നു ഹബ്ബാനും നിവേദനം ചെയ്യുന്നു. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല. സ്വഹീഹായ ഹദീസ് തന്നെ സനദിന്റെ അടിസ്ഥാനത്തിൽ. ആ സ്വഹീഹായ ഹദീസിന് നമ്മക്കെന്താ അവലംബം? ഇബ്നു ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ആ 2 മഹത്തുക്കൾ സ്വഹീഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് അവർ 2 പേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സ്വഹീഹെന്ന് പറയാം, നമുക്ക് പ്രയാസമില്ല.
ഈ സ്വഹീഹായ ഹദീസിൽ 8 റക്അത്ത് നബി നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിച്ചു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തവർ വിവരിക്കുന്നു.